ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? നമുക്ക് അടുത്തൊരു നാട്ടിലേക്കൊരു യാത്ര പോയാലോ? മൂടിയ പർവ്വതങ്ങളും പച്ചപ്പിൽ മറഞ്ഞ വഴികളും ഒക്കെ പിന്നിട്ട് സമയം പിന്നോട്ടൊഴുകുന്ന മനോഹരമായ ഒരു ലോകം. ട്രാവൽ ഡയറിയിലൂടെ ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് കേരളത്തിന്റെ അതിർത്തിയിൽ നിലകൊള്ളുന്ന ചരിത്രത്തിന്റെ സ്വർണ്ണ പുസ്തകത്തിലൊരു അധ്യായം എന്നറിയപ്പെടുന്ന പഴമയുടെ പ്രാണനായ പത്മനാഭപുരം കൊട്ടാരത്തിലേക്കാണ്. ചുവന്ന മൺടൈലുകളുടെ ചൂടും തിളങ്ങുന്ന മരപ്പണികളുടെ സുഗന്ധവും പഴമയുടെ ശ്വാസം നിറഞ്ഞ ചുവരുകളും കൈവിരൽ സ്പർശനത്തിൽ പോലും കഥകൾ പറഞ്ഞു കൊടുക്കുന്ന ശില്പങ്ങളും ഒക്കെ അടക്കം ഒന്നൊന്നായി നമ്മെ ആ പഴയ വർഷങ്ങൾക്ക് മുൻപുള്ള കഥയിലേക്ക് മാടി വിളിക്കുകയാണ്. ഇവിടെ ഓരോ വാതിലിനും സംഗീതമുണ്ട്, ഓരോ നിലവും രഹസ്യങ്ങളുടെ കലവറ തന്നെയാണ്. ഓരോ കോണാണെങ്കിലോ രാജകീയ ഓർമ്മകളുടെ സുഗന്ധവും നിറയ്ക്കുന്നുണ്ട്. സൗന്ദര്യത്തെയും ശില്പകലയെയും ചരിത്രത്തെയും ഒക്കെ ചേർത്ത് നെയ്തെടുത്ത ജീവിച്ചിരിക്കുന്ന മനോഹരമായ സ്മാരകം. കാണാത്തവര് ശരിക്കൊന്നും കാണേണ്ട, എക്സ്പീരിയൻസ് ചെയ്യേണ്ട, എക്സ്പ്ലോർ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് പത്മനാഭപുരം കൊട്ടാരം. പത്മനാഭപുരം കൊട്ടാരം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് മൺചിത്ര താഴുന്ന മനോഹരമായ ചിത്രമാണല്ലേ. അതില് നാഗവല്ലിയും രാമനാഥനും നിറഞ്ഞാടിയ മനോഹരമായ കൽമണ്ഡപം ഒരിക്കലെങ്കിലും കാണണമെന്ന് ആരും ആഗ്രഹിച്ചു പോകും. ശരിക്കും എനിക്കും അതിനൊരു ഭാഗ്യമുണ്ടായി എന്ന് തന്നെ പറയാം. എന്തൊരു ഭംഗിയാണെന്നറിയോ. ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കേട്ടോ. എന്നാലും ഫോണിൽ അവിടെ ആയിട്ട് എടുത്ത കുറേ കാര്യങ്ങളാണിതൊക്കെ. പിന്നൊരു കാര്യം ഏറെ ആകർഷിച്ചത് ആ ഒരു ടോയ്ലറ്റാണ്. റൂമുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു ക്ലോസറ്റ്, ഒരു ഇന്ത്യൻ ക്ലോസറ്റ് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പേ, അതും ഈ അറ്റാച്ച്ഡ് ബാത്റൂം സിസ്റ്റം വരുന്നതിനൊക്കെ മുമ്പേ രാജാക്കന്മാര് ശരിക്കും ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് അവിടെ ചെന്നപ്പോൾ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു. കാലാവസ്ഥ നല്ലതായിരുന്നു, പക്ഷേ ചൂട് അതിഭയങ്കരവും. നിങ്ങൾക്കെല്ലാം ഈ നൊങ്ക ഇഷ്ടമായിരിക്കും അല്ലേ? ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കഴിക്കാൻ പോകുന്ന സാധനമാണിത്. ഈ നൊങ്കില് നല്ല കരിക്കൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ സാധനം. കഴിച്ചവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതൊരു വല്ലാത്ത രുചിയാണ്, അധികം ഇഷ്ടമാവില്ല എന്ന്. പക്ഷേ ഞാനത് ആസ്വദിച്ച് കുടിച്ചു. എനിക്കൊരു കമ്പനിയായിട്ട് അച്ഛനും കൂടെ കൂടി. എൻ്റെ യാത്രയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു മൊമെൻ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെന്നെ വീണ്ടും വീണ്ടും കുടിപ്പിച്ചുകൊണ്ടേയിരുന്നു, കഴിക്കുമോളെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു ഗ്ലാസ് കഴിച്ചപ്പോൾ തന്നെ വയറ് നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു AC റൂമിനകത്തൊക്കെ കയറുന്ന ഒരു ഫീലായിരുന്നു ശരിക്കും ഇത് ബോഡിയിലോട്ട് ചെല്ലുമ്പോൾ. എന്തായാലും ഒരുപാട് സന്തോഷമുള്ള കുറേ നല്ലേറെ ഓർമ്മകൾ പകർന്നു തന്ന നല്ലൊരു യാത്ര. രാജവംശത്തിന്റെ മഹത്വവും നൂറ്റാണ്ടുകളുടെ ശ്വാസവും നിറഞ്ഞ ഒരു വലിയ ലോകം. ട്രാവൻകൂറിന്റെ മഹത്വം കാണിക്കുന്ന ഒരു അത്ഭുത ഭൂപടം. കാലത്തെയും കഥകളെയും ഒക്കെ ഒരുമിച്ച് ചേർത്തെടുത്ത ജീവനുള്ള സ്മാരകം. അത് തന്നെയാണ് പത്മനാഭപുരം കൊട്ടാരം. ഇവിടെ കാല് വെക്കുന്ന ഞാനടക്കം ഇത് കാണുന്ന ഓരോരുത്തർക്കും ഇത്